നമസ്കാരം, എല്ലാവർക്കും HJ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഒരു ഭാർഗവി നിലയം വെട്ടിത്തെളിക്കാനുള്ള ശ്രമമാണ്. 2 ടീനേജ് പയ്യന്മാർ തലകുത്തി നടത്തുന്ന ഒരു റൂമിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ശ്രമിച്ചതാണ്. അവന്മാരോട് പറഞ്ഞതൊന്നും ചെയ്യൂല, കേൾക്കൂല. അവർക്ക് തോണ്ടാൻ തന്നെ സമയം തികയാതിരിക്കുകയാണ്. പള്ളിക്കുളത്തിൽ പോകുന്നതിന് മുമ്പ് തൊണ്ടണം, പോയിട്ട് വന്ന് തൊണ്ടണം, പിന്നെ എപ്പോഴൊക്കെയാണ് തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ തൊണ്ടണം. അപ്പം ഭിത്തിയുടെ വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടാവും. നനഞ്ഞ തുണി തട്ടിടോ അല്ലാതെ ആയിട്ടുള്ള ആ റോസ് കാണുന്നില്ലേ, അതുപോലെ ഈ നീല പെയിന്റ് വെച്ചിരിക്കുന്ന ഭിത്തിയുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. അതിനകത്ത് കയറുന്നവർക്ക് മാസ്കില്ലാതെ കയറാനേ പറ്റുള്ളതുള്ളൊരവസ്ഥയാണ്. കണ്ടില്ലേ, അവൻ മാത്രം, ഇളയാൾ മാത്രം മാസ്ക് ഒന്നും ഉപയോഗിക്കാണ്ട് നിൽക്കുന്നു. അവൻ്റെ ചിറ്റപ്പൻ്റെ മോളും കൂടെ സഹായിക്കാൻ കയറിയിട്ടുണ്ട്. ജനലൊക്കെ അവൾ ചെറുതല്ലേ, അപ്പോൾ ജനൽ തുടയ്ക്കാൻ വേണ്ടിയിട്ട് മൂക്കെ തോർത്തും കിട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഈ ഭിത്തി തുടയ്ക്കാൻ വേണ്ടി മാത്രം 6 ബക്കറ്റ് വെള്ളം എടുത്തു. അതായത് 20 ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടല്ലോ, ആ ബക്കറ്റിന് 6 ബക്കറ്റ് വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ പറയണ്ടല്ലോ, ഏകദേശം ധാരണ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആ കളർ വേരിയേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നീലയുടെ ഇത് ഇപ്പോൾ ബാക്കി സൈഡിലൂടെ കാണുമ്പോൾ മനസ്സിലാവും. നീല കളർ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് തുടയ്ക്കാണ്ട് എങ്ങനെ ആകാനാ? നമുക്ക് ആർക്കും അതിനകത്ത് കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഡ്രസ്സ്, ബുക്കും പുസ്തകവും എല്ലാം വലിച്ചു വരിടും. കട്ടിലൊക്കെ നിറയെ തുണി കൊണ്ട് മൂടി ഇടുന്നത്. മടക്കി വെക്കാൻ ബാഗ് ഉണ്ടെങ്കിലും ഒന്നും അതിനകത്തൊന്നും മടക്കി വെക്കത്തില്ല. അങ്ങനെയായിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം വാരിയിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞാൽ ഉഷാറായിട്ട് ഇറങ്ങിയാണ്ടില്ലേ. ഭിത്തിയുടെ ഡിഫറൻസ് കാണുന്നത് ഇതാ നോക്കേ. ഇത് പാറു, അവൻ്റെ ചിറ്റപ്പനും ഇത് കണ്ടില്ലേ, ഭിത്തിയുടെ ചെളി കൈ പിടിക്കുന്നതാണ്. ആ ഭിത്തി അലമാരി തുറക്കുന്ന അടയാളമാണ് കാണുന്നത്. ഒട്ടിക്കാനുള്ള സർവ്വ സ്റ്റിക്കറും കൊണ്ടൊന്നും ഒട്ടിക്കുക, അതിനൊരു കുറവും വരുത്തത്തില്ല. അത്യാവശ്യം നിറം വെച്ച് തുടങ്ങിയ ഭിത്തിക്ക് നിറം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കറുത്ത് തന്നിരിക്കുന്നത് അണ്ണൻ അവശനായി. മുക്കിത്തൊഴുതേ കണ്ടില്ല. ഫ്ലോറ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്ര കാലമായി ഇതിനകത്തൊന്ന് വെള്ളം കണ്ടിട്ടെന്നുള്ളത്. ആരോട് പറയാനാ? ഈ മക്കളുമാരെ രണ്ടിനെയും കൊണ്ട് നമ്മളങ്ങ് തോറ്റു. അവർക്ക് ഇത്തരം കാര്യങ്ങളോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. വല്ല ഗെയിമിങ്ങും കിട്ടണം, അത്രയേ ഉള്ളൂ. ആ പുസ്തകം വായിക്കാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ്, അതും കാണിക്കില്ല. അപ്പം നമ്മൾ ഇത് വെട്ടിത്തെളിച്ച് ഒരു പരുവാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവില്ല. ആ റോസ് ഭിത്തിയിലെ ചെളിയോ അല്ലാത്ത ഭാഗം കൂടെ ഇതുണ്ടല്ലോ, പച്ചയും അതൊക്കെ ആയിട്ടിരിക്കുന്നത്. അതെന്നെ അപ്പുറത്താണ് ഷെഡ്, സ്കൂട്ടർ ഷെഡാണ്. ഇതിനെ ഒറിജിനൽ കളറിലാക്കി എടുക്കാനുള്ള ശ്രമമാണ്. ഇത് കണ്ടോ, മോൻ്റെ കയ്യെത്തുന്ന ഹൈറ്റും അതിൻ്റെ താഴെയുള്ള ഹൈറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇപ്പോൾ വെട്ടിത്തെളിച്ച് വൃത്തിയായി ഒരു വിധമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട്, അതിങ്ങനെ കറങ്ങി വരുമ്പോൾ കാണിക്കാവേ. കണ്ടോ, ഇതാണ് സർപ്രൈസ്. അവന്മാർക്ക് മര്യാദയ്ക്ക് തുണി മടക്കി വെക്കാൻ വേണ്ടി ഒരു അലമാരി അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. മേശപ്പുറം ഇപ്പോൾ വലിച്ചു വരാനിട്ടിരിക്കുന്നത് ഇളയാൾക്ക് ഇങ്ങനെ വലിച്ചു വരിയിടുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അയാളത് നന്നായിട്ട് ഒതുക്കി വെക്കും. നമ്മൾ കട്ടിൽ സെറ്റാക്കി ഭിത്തി ഒരുവിധം വെളുപ്പിച്ചു, അലമാരയായി. ഇപ്പോൾ മേശപ്പുറം കണ്ടോ, അല്ലാണ് ഈ കരവിരുത്. ഞാൻ ഒതുക്കി വെച്ചോളൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ വെട്ടിത്തെളിക്കലിൻ്റെ ഒരു സിറ്റുവേഷൻ വരാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിരാവോ എന്തോ, നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ഗെയിം ഭ്രാന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വല്ലതും നടക്കുന്ന കാര്യമാണോ? ഇത്രയൊക്കെ തെളിപ്പിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എന്താകുമെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം, പറയാനില്ല. അതാണ് എൻ്റെ അവസ്ഥ. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അപ്പോൾ വീഡിയോകളൊക്കെ